ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നിങ്ങളെ മുന്നിലേക്ക് വരുന്നത് നല്ല അടിപൊളി മുളക് ചമ്മന്തിൻ്റെ റെസിപ്പിയാണ്. മുളക് ഞാൻ ഇത്രയാണ് എടുത്തിട്ടുള്ളത്. തേങ്ങ കുറച്ച്, പിന്നെ ചെറിയുള്ളി, കറിവേപ്പില, കുറച്ച് പുളി, വാളംപുളി, ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടണം. അത് നമുക്ക് അരക്കുമ്പോൾ ഇടാം. അപ്പോൾ ഇതിനെ നമുക്ക് വെളിച്ചെണ്ണയിൽ വറുത്തിട്ടെടുക്കണം. ഈ മുളക്, ഉള്ളി വേണ്ടിക്കൽ ഒരുപാട് എടുക്കാം. എനിക്കിപ്പം ഇത് കുറച്ചേ വേണ്ടു, അതുകൊണ്ടാണ് ഞാൻ കുറച്ചെടുത്തില്ല. നിങ്ങളാക്കുമ്പോൾ കുറേ എടുത്തിട്ടാക്കിക്കോ. അതുകൊണ്ട് ഞാൻ കുറച്ച് മാത്രം എടുത്തത്. അപ്പോൾ ഇതെല്ലാം ഞാനൊന്ന് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കട്ടെ. അപ്പം അതിന് വേണ്ടിയിട്ട് ചീനച്ചട്ടി വെക്കാം. അപ്പോൾ ഇരുമ്പിൻ്റെ ഒരു ചീനച്ചട്ടി വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വെക്കാം. വെളിച്ചെണ്ണ കായുമ്പം മുളകിട്ട് കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ടേ. വെളിച്ചെണ്ണ നല്ലോണം ചൂടാകുമ്പോൾ നമുക്ക് മുളകിട്ട് കൊടുക്കാം. അപ്പോൾ ഇതാ വെളിച്ചെണ്ണ കാഞ്ഞിട്ടുണ്ട്. ഞാൻ അതിലേക്ക് ചുവന്ന മുളകിട്ട് കൊടുക്കുന്നുണ്ട്. മുളകിട്ട് നല്ലോണം നമുക്ക് ഇളക്കി കൊടുക്കാം. കുറച്ചായി എന്ന് കാണുമ്പോൾ നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കണം. അധികം മൂക്കാൻ വെക്കാൻ പാടില്ല. കുറച്ച് സിമ്മിലാക്കിയിട്ട് വെക്കുക. അപ്പോൾ ഏകദേശം മുളകായി. ഇനി നമുക്കതിലേക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. എടുത്ത് വെച്ച ഉള്ളി. അപ്പോൾ അത് നല്ലോണം വഴന്ന് വരണം. കുറച്ചാകുമ്പോൾ നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇത് നമുക്ക് അരച്ചിട്ട് കുറേ ദിവസത്തേക്കെല്ലാം വെക്കുകയെല്ലാം ചെയ്യാം. ഇഡ്ഡലിക്ക്, ദോശക്ക് എല്ലാം നമുക്ക് എടുക്കാം. ഞാനിപ്പോൾ കുറച്ച് മാത്രം ആക്കുന്നതാണ്. തേങ്ങ കുറച്ചും ബാക്കിയുള്ള ഉള്ളിയും മുളകും കൂടുതലുമാണ് എടുക്കേണ്ടത്. കറിവേപ്പില. ഇനി നമുക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പിലയെല്ലാം കുറച്ചേ ഉള്ളൂ ഗൈസ്, അതുകൊണ്ടാണ് ഞാനെല്ലാം കുറച്ചെടുക്കുന്നത്. ആ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഞാൻ എടുത്ത് വെച്ച പുളിയും ഇട്ട് കൊടുക്കാം. ആ പുളി ചെറുങ്ങനെ മുറിച്ച് എന്നിട്ടിട്ട് കൊടുക്കാം. അപ്പം മുളക്, പുളിയും ഉള്ളിയും എല്ലാം ഇതിൻ്റെ അകത്തുനിന്ന് വഴന്ന് വരും നല്ല അടിപൊളിയായിട്ട്. ഒരു കഷ്ണം പുളി എൻ്റെ കയ്യിൽ തന്നെ പറ്റിപ്പിടിച്ചത്. എന്തൊരു കളിയാണ് ഈ പുളിക്ക്. അപ്പം നല്ലോണം ആവട്ടെ, എന്നിട്ട് നമുക്ക് വാങ്ങാം. ഏകദേശം ചുവന്ന് വരുന്നുണ്ട് ഉള്ളി, മുളകും എല്ലാം നല്ലോണമായി. നല്ല അടിപൊളി മണം പൊന്നുന്നുണ്ട് ഗൈസ്. സൂപ്പർ മണം. വാ. അപ്പോൾ ഇതായി കഴിഞ്ഞാൽ ഞാനൊരു പ്ലേറ്റിലേക്ക് മാറ്റട്ടെ. അപ്പോൾ ഞാനിതാ ഇത് മിക്സിയിലിട്ടിട്ട് അരച്ച് കൊണ്ടുവരുന്നേ. ഇത് നല്ലോണം തണിഞ്ഞിട്ടുണ്ട്. ഇതാ മുളക്, ഉള്ളി, കറിവേപ്പില, എടുത്ത് വെച്ച തേങ്ങ, വെള്ളമൊന്നും ചേർക്കാണ്ട് അരച്ചിട്ടെടുത്തിട്ട് വരണം. നമ്മളിത് വാറ്റിയ വെളിച്ചെണ്ണ ഉണ്ടല്ലോ, അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കണം. ഇതാണ് ഇനി ചെയ്യുന്നത് നമ്മൾ. ഇനി അതിന് പാകത്തിന് ഉപ്പിട്ട് കൊടുക്കട്ടെ. നമ്മളെ ചമ്മന്തിക്ക് എത്രയാണോ ഉപ്പ് വേണ്ടത് അത്ര ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുക. വേഗം ഞാനിത് അരച്ചെടുത്തിട്ട് വരുന്നു. അപ്പോൾ ഇതാ ഞാൻ മുളക് ചമ്മന്തി അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. കണ്ട, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇത് തേങ്ങ കൂട്ടാണ്ട് വെറുതെ ആ മുളകും ഉള്ളിയും പുളി, കറിവേപ്പില മാത്രം ആക്കിയിട്ട് നമുക്ക് അരച്ചിട്ട് കൂട്ടാം. ഇതാകുമ്പോൾ തേങ്ങേൻ്റെ കൂടി ഒരു രുചി ഉണ്ടാവും.
സൂപ്പർ ടേസ്റ്റുള്ള നമ്മളെ മുളക് ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ആ മുളക് വറുത്തതിൻ്റെ മണവും രുചിയെല്ലാം കൊണ്ടില്ലേ ചോറ് എൻ്റെ പൊന്നോ ഭയങ്കര ടേസ്റ്റാണ്. ഞാനിപ്പോൾ കുറച്ച് ആക്കിയില്ല, ഇത് തന്നെ എനിക്ക് ഒരിക്കൽ മാത്രം കഴിച്ച് കഴിഞ്ഞാൽ തീരൂല, അത്രയ്ക്ക് ഉണ്ട്. ഇതാ കണ്ട നല്ല അടിപൊളിയായിട്ട് ഇതാ. ഇപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടില്ലെന്ന് വിചാരിക്കുന്നു എൻ്റെ മുളക് ചമ്മന്തിൻ്റെ റെസിപ്പി. ഇതാ വീണ്ടും ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ഓക്കെ ബൈ.